ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ കസിൻ്റെ. അപ്പം സമയം രാവിലെ 4:15. അവരിപ്പം ഞങ്ങളിപ്പോൾ ചെങ്ങനാടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരിപ്പം ഇങ്ങോട്ട് വരും. എൻഗേജ്മെൻറ്റ് എറണാകുളത്ത് വെച്ചാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അമ്മയ്ക്കും ചേച്ചിക്കും പോകാനുള്ള വണ്ടി വന്ന് ഇതിനകത്താണ് അവർ പോകുന്നത്. അമ്മയും ചേച്ചി എല്ലാം കൂടെ ഇതിനകത്താണ് കയറുന്നത്. വിച്ചുമോനും വിച്ചു എന്നല്ല പറഞ്ഞാൽ മിട്ടോ. എന്തുകൊണ്ട് ഞങ്ങൾക്കുള്ള വണ്ടി വന്നില്ല, നിങ്ങളെ വണ്ടി പുറയിലാന്ന് തോന്നുന്നു. അമ്മലേ വരും ഇതാന്ന് തോന്നുന്നു. അല്പം വണ്ടി ആടാ, ഈ വണ്ടി വന്നു. നമ്മളെ വണ്ടി വന്നു, നമുക്ക് പോകേണ്ട വണ്ടി വന്നു. ഇതാണ് നമ്മളെ വണ്ടി. അങ്ങനെ ഫൈനലി നമ്മളിവിടെ ലൊക്കേഷൻ എത്തിയിരിക്കുന്നു. രാവിലെ 4:15 ഇറങ്ങിയതാണ്. ഇപ്പോൾ 7:45. അപ്പോൾ പയ്യ ഇതുവരെ വന്നില്ല. എന്ത് പറ്റി മോളെ? ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? അതൊക്കെ വരും. ധാരാ ഇത് ഹെയർ സ്റ്റൈലൊക്കെ കൊള്ളാമല്ലോ. ഓ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വണ്ടർലയുടെ വീഡിയോ ഒക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഫുഡ് ബ്ലോഗോ? എന്തി അല്ല, ഏത് കടയിൽ നിന്ന് എടുത്തണ്ണാ? കുഴപ്പമില്ല, നമുക്ക് ഡ്രസ് കോഡ് ആയി. അവർക്ക് മാത്രമല്ല, നമുക്കും പറ്റും, ഇല്ലയോ? അത്രേ ഉള്ളു. അതെ, ചെറിയോ. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. പൊട്ടിച്ചിരി. ഇപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. അല്ല, ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? അങ്ങനെ ചേച്ചി വന്നിരിക്കുന്നു. എന്തോ എനിക്ക് പറയാനുണ്ട്, ഞാൻ ഫുള്ള് ടാൻ അടിച്ചാലേ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പറയാൻ കിടപ്പുണ്ട്, ഇനി പറയാം. പിന്നെ ആവട്ടെ, എന്ത് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. ഫുള്ള് പ്രശ്നം. പ്രായമായി വരുന്നതിന്റെ കഷ്ടപ്പാടുകളാണ്. 19 വയസ്സേ ഉള്ളൂ. 18 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. ആർക്ക് 18 വയസ്സ്? ഒന്നും പറയില്ല. നമസ്കാരം. 18 വയസ്സേ ഉള്ളു. പെണ്ണ് കെട്ടിയിട്ടില്ല. കിട്ടുമെന്ന് തന്നാ ഒരാളെ കാണുന്നില്ല. ഒരാള് വേണ്ട. ചോക്ലേറ്റ് എനിക്ക് തരുമോ? മോതിരം മാറാൻ പോയാണ്. മോതിരം മാറിക്കോ, ധൈര്യമായിട്ട് മാറിക്കോ. ഫുൾ സപ്പോർട്ട്. അണ്ട് മോതിരം കൊടുത്തു. കേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് കാര്യം കൊണ്ടുവെക്കാനാണോ? മാങ്ങ അടിച്ചു മാറ്റിയിരിക്കുന്നു. മാങ്ങ എന്ത് ആപ്പിള് മാങ്ങ. ഞങ്ങളുടെ മുട്ടായി ഒക്കെ എടുക്കുന്ന കള്ളൻ. എന്തോടാ കാണിക്കുന്നേ? എടാ വന്ന എല്ലാം എടുത്ത് തിന്നോന്നോടാ. അവർക്ക് നമ്മള് ഗിഫ്റ്റായിട്ട് കൊടുത്തേ. നീ എല്ലാം എടുത്ത് തിന്നു കഴിഞ്ഞാ എനിക്ക് വേണം ഇച്ചിരി. ആടാ ഒന്നാമത്തെ കള്ളൻ. തീർത്തോടെ എല്ലാം. ഇതെല്ലാം തീർത്തോ? എന്താ എനിക്ക് കേടാ. അവ എല്ലാം എടുത്ത് തിന്ന്. എന്തോടെ മുറിച്ചൊക്കെ തരുന്നേ. ലാസ്റ്റ് എനിക്ക് ഇതാ കിട്ടിയത്. പട്ടാ പകല ഈ മോഷണം. എല്ലാരും തിന്നോ? ഇവിടെ അതിനകത്ത് വേണ്ട. ഇവിടെ വന്ന എല്ലാം എടുത്തിനകത്ത് സ്റ്റോർ ചെയ്തേക്കുവാ. പിന്നെ ചോക്ലേറ്റ് എടുത്ത് എല്ലാം എടുത്ത് മൊത്തം എടുത്ത് ഇത് മാത്രം
ബാക്കി ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ വന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ടെൻഷൻ കുറഞ്ഞു. എനിക്ക് ടെൻഷൻ ഉണ്ട്. എന്തൊക്കെയോ പറയുന്നു, കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാൻ ഇതുവരെ ഇത് പിടിച്ചു നോക്കിയിട്ട് ആദ്യമായിട്ടാ മൈക്കില്ല, അതുകൊണ്ട് അതിന്റെ ഒരു സമ്മർദ്ദം. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ അത്യാവശ്യം കഴിയാറായി. അപ്പോൾ അവരുടെ കപ്പിൾ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഉള്ള വെയിലൊക്കെ അടിച്ച് ടാൻ അടിച്ചാണ്, ഫേസ് ഫുള്ള് ടാനാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെയാണ് ഫോട്ടോ എടുക്കുന്നത്. റൊമാൻസ് ആണ്, റൊമാൻസ്. ഉറങ്ങല്ലേ? കഴിഞ്ഞ ഓഹോ ആണ് അവിടെ ഉറങ്ങി വീണ്. ഇപ്പോൾ കഷ്ടപ്പാടല്ലേ? കഷ്ടപ്പാടല്ലേ? ഇല്ലയോ? പണിയെടുക്കാതെ വിയർക്കുക. അണ്ണനെ ഊരാൻ പറ്റുമോ? അണ്ണന് ഊരാൻ പറ്റത്തില്ല. മിഷൻ വേണം, മിഷൻ വാങ്ങിക്കണോ? മിഷൻ വാങ്ങിക്കണോ? റൈറ്റ് ഹാൻഡ് ഹെയർ കോമ്പ് ചെയ്ത് നോക്കി. റൈറ്റ് ഹാൻഡ് അത് ലെഫ്റ്റ്. അവരുടെ ഫോട്ടോഷൂട്ട്. ഇനി പൈൻ ഫോട്ടോഗ്രാഫർ ആയിരിക്കുന്നു. മൊബൈൽ ഫോട്ടോഗ്രാഫി. ഓക്കെ, ഒരു കൈ ബാക്കിലേക്ക് ഒന്ന് കുത്തിക്കുക. അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ്. ഉണ്ട് ഈ സൈഡ് ഷൂട്ട്, ഇവിടെ ഷൂട്ട്. ഇവിടെ പൈൻ തന്നെയാണ് ഷൂട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കാൻ പോവാ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഫോട്ടോഷൂട്ട്? അമ്മലെ ഫോട്ടോ എപ്പോൾ കൊടുക്കുമെന്ന്? ആ, കാടൂരി തന്നെ സ്പോട്ടിൽ കൊടുക്കുന്ന അമൽ വെട്ടിയിലെ ഫോട്ടോഗ്രാഫി നിങ്ങൾ കാണുക. അപ്പൊ അതൊന്നും കഴിച്ചില്ല. രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഒരു ഇഡലിയോ? അങ്ങ് ചിരിക്ക്, പൊട്ടിച്ചിരിക്ക്. ഇവിടൊക്കെ പരിപ്പ് സൈഡിൽ കൂട്ടുകറിയായിട്ടാണ് ഇടുന്നത്. ഇവിടെ മെയിനായിട്ട് സാമ്പാറാണ് പരിപ്പിനായിട്ട് ഒഴിക്കുന്നത്. ബനാന ഇതൊക്കെ ഇട്ടിട്ട് അത് പാലട ആയിരുന്നു, അതെ തീർത്ത് പരിപ്പ് കഴിച്ചു. എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ്, അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു പ്ലാൻ, ആ സ്പോട്ടിലുള്ള ഒരു പ്ലാൻ ആയിരുന്നു നമുക്കൊരു മൂന്നാറിലോട്ട് വിട്ടാലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡ് മൂന്നാറിലോട്ട് പോവാ. അപ്പം ഫാമിലി എല്ലാം നാട്ടിലോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങളിപ്പോൾ മൂന്നാറിലോട്ട് പോവാണ്. അപ്പം മൂന്നാറിലെ വ്ലോഗ് ഉടൻ വരുന്നതായിരിക്കും. അപ്പം ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സി യു.